ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് കണ്ടോ? നിങ്ങൾ വിചാരിക്കും ഇത് എന്തുവാന്ന്. ചിക്കൻ വേവിച്ച് വെച്ചേക്കുക ഞാൻ തോരൻ വെക്കാൻ. അങ്ങനെ ഉള്ളി അരിഞ്ഞ് വെച്ച്, ഇത് ചെറിയ ഉള്ളിയാണ്. ഇത് മൊത്തം ചെറിയ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ച് മഞ്ഞൾപ്പൊടിയും മുളകും തേങ്ങയും കൂടെ ചതച്ച് വെച്ച്, ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ മല്ലിയില. ഇനി നമുക്ക് ഇത് ചിക്കൻ തോരൻ റെഡിയാക്കാം. അങ്ങനെ ചിക്കൻ തോരൻ വെക്കാനെ കൊണ്ട് ഞാൻ ഉരുളി വെച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഇനി നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. നിങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ചിക്കൻ തോരൻ വെക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ. ഉള്ളി ഒരു അര വേവായി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നമുക്ക് ചിക്കൻ വേവിച്ച് വെച്ചേക്കുന്ന ഇച്ചിരി വെള്ളവും കൂടെ അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് അരപ്പൊന്ന് വേവിക്കാം നമുക്ക്. അപ്പോൾ അരപ്പെല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അവിടെ ചിക്കൻ വേവിച്ച് വെച്ചാൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് അരപ്പൊന്ന് വേവിക്കാം. അങ്ങനെ ചിക്കൻ്റെ വെള്ളമെല്ലാം ഒഴിച്ച് അതിൻ്റെ അരപ്പ് നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചിക്കൻ തോരൻ വെക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് നമുക്ക് പെട്ടെന്ന് എളുപ്പമാണ് ചെയ്യാൻ. നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വേവിച്ച് വെച്ച ചിക്കനായതുകൊണ്ട് നമുക്ക് ഈ അരപ്പും ഈ വെള്ളവും എല്ലാം കൂടെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് മല്ലിയിലയും കൂടെ ഒക്കെ ഇട്ട് ഒന്ന് ഈ അരപ്പ് ഈ ചിക്കനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാങ്ങി എടുക്കാം. ഇലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. വേവിക്കുന്നത് എന്താ ചിക്കനാണ്, എന്നാലും നമുക്ക് അരപ്പൊക്കെ അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പൊക്കെ ഇട്ടാൽ വേവിച്ച ചിക്കൻ, എന്നാലും ഈ മസാലയുടെ കൂട്ടുകൾ അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. റെഡിയായോ നോക്കാം. ഇതാണ്ട കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റെന്നുകുട്ടൻ്റെ അടുത്ത് ഇത് ടേസ്റ്റ് ഉണ്ടോ എന്നൊന്ന് നോക്കാൻ കൊടുക്കാം. അപ്പോൾ അത് നല്ലതാണെങ്കിൽ പറയും, പന്നലാണെങ്കിൽ അതും പറയും. റെന്നുകുട്ട വന്ന് നോക്ക്. സൂപ്പറാന്നോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ. ഓക്കെ, സി യു.